ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം എന്താണ് നമ്മളുടെ സ്വന്തം ആട് 3ന്റെ ഫസ്റ്റ് സിംഗിൾ വന്നിട്ടുണ്ട്. എന്താണ് സുൽത്താൻ എന്നാണ് പാട്ടിന്റെ പേര്. നൈസ് സോങ് ആയിരുന്നു. ഷാദ് റഹ്മാന്റെ മ്യൂസിക് ആയിരുന്നു. ആളുടെ കംബാക്ക് തന്നെയായിരുന്നു. കാരണം ഒരുപാട് വിമർശനങ്ങൾ ആ ബബബേര സമയത്ത് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനോടുള്ളൊരു പ്രതികാരം എന്നാണ് നമുക്ക് പറയാം. അത്രയും കിടലായിട്ട് പുള്ളി പാട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പാട്ടിൽ വേദികയാണ് ഡാൻസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ വിനായകൻ ഉണ്ടായിരുന്നു, അതുപോലെ നമ്മളുടെ സ്നേഹസൂര്യ ചെറിയൊരു പോർഷനിൽ വന്നു പോകണ്ടായിരുന്നു, സാധാരണ കാണിച്ചായിരുന്നു. വിജയ് ബാബു എല്ലാവരും ഏകദേശം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഡാൻസും കാര്യങ്ങളൊന്നുമില്ല. ഡാൻസ് നമ്മളുടെ ഡ്യൂഡിന്റെ അതുപോലെ തന്നെ വേദികയുടെ ക്യാരക്ടറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡാൻസ് നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. പാട്ട് അത്യാവശ്യം തരക്കേടില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയാണ് ഹൈ ആയിട്ടുള്ളത്. ലിറിക്സ് കുഴപ്പമൊന്നും ഉണ്ടായില്ല. മനു മഞ്ജിത്താണ് ലിറിക്സ് ഒരുക്കിയിട്ടുള്ളത്. ലിറിക്സ് അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാൻ റഹ്മാന്റെ മ്യൂസിക് പാട്ടിന് നല്ലൊരു ഹൈ ചെയ്തു എന്ന് പറയാം. നല്ല രീതിക്കുള്ള ഒരു പാട്ടാണ്. വിനായകന്റെ വിനായകൻ ഒരു കിഡിലിന് അഴിഞ്ഞാടം തന്നെ പടത്തിൽ കാണാൻ പറ്റും. മിക്കവാറും രണ്ട് ഓപ്പോസിറ്റ് ടീംസാണ്. ഇവരുടെ രാജവംശവും അതുപോലെ തന്നെ നമ്മളുടെ ഷാജിയേട്ടന്റെ രാജവംശം. വിഷ്വൽസ് അതുപോലെ തന്നെയാണ് നല്ല രീതിക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്. പടത്തിന് പാട്ടിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഹൈപ്പ് കയറിയിട്ടുണ്ട്. മാർച്ച് 19 പടം പൂക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ഇപ്പൊ തന്നെ ഒരുമാതിരി നല്ല രീതിയിലുള്ള ഹൈപ്പായിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളുടെ ഉസ്താദ് ഭഗത് സിംഗ് പദം കല്യാൺ നായകനായി എത്തുന്ന തെരിയുടെ റീമേക്ക് ആണെന്ന് പറയുന്ന പടത്തിന്റെ ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ അഭിപ്രായം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. നൈസ് ട്രെയിലർ ആയിരുന്നു. തെരീനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഒരുപാട് സംഭവമുണ്ട്. പക്ഷെ തെരീനേക്കാൾ ഓവറായിട്ട് ഓവർഡോസ് പരിപാടികളുണ്ട്. അറിയാലോ, പവൻജിയല്ലേ. പവൻ കല്യാണം എന്താണ് ഓജിയുടെ ഒരു എഫക്റ്റ് ഈ പടത്തിലുണ്ട്. കാരണം ഒരുപാട് സീൻ അതിൽ നിന്ന് എന്താക്കിയിട്ടുണ്ട്, ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. DSP ആണ് മ്യൂസിക് ഒരുക്കുന്നത്. അതുപോലെ ഒറിജിനൽ സ്കോർസ് ഒക്കെ ചെയ്തിരിക്കുന്നത് തമനാണ്. ശ്രീലീല റാഷി ഖന്നയൊക്കെ എത്തുന്നുണ്ട്. അതെല്ലാം സെയിം. ശ്രീലീല സമന്ത് ചെയ്ത വേഷം, റാഷി ഖന്ന വാമിക ഗബി ചെയ്ത വേഷം, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അയാള് സംവിധായകൻ എന്ന് പറയുന്നുണ്ടായിരുന്നു തെരിയുടെ റീമേക്ക് അല്ല മറ്റേതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ തെരിയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ട് അങ്ങനെ എടുത്തിട്ടുണ്ടാവാന്നേ ഉള്ളൂ. തെരിയിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തി പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഹാരിസ് ശങ്കറാണ് സംവിധാനം ചെയ്യുന്നത്. പവൻസി നല്ല രീതിയിൽ ആഞ്ഞു പിടിച്ചിരുന്നാൽ അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ തന്നെ. എന്തായാലും തെലുങ്കന്മാർക്ക് ഇത് മതി. തെലുങ്കന്മാർ ഇത് തന്നെ ദുരന്തത്തിന് പകരം പോയിട്ട് വിജയിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും പോലെ വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നൈസായിട്ടുള്ള ഒരു പടാവാൻ സാധ്യതയുണ്ട്. ഉസ്താദ് ഭഗത് സിംഗ് യോജിക്ക് ശേഷം വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കളക്ഷനും പ്രതീക്ഷിക്കും. പവൻ കല്യാണം അറിയാലോ, പുള്ളിക്കാരൻ അഭിനയിക്കാൻ പറഞ്ഞ ഓവറാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എക്സ്പ്രഷൻ ഒന്നും ഇടാണ്ടിരിക്കും. പക്ഷെ ഇതിൽ പിന്നെ ട്രെയിലർ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് കുറച്ചുകൂടി ആളൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്രേ പറയാനുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ നിങ്ങളുടെ ആട് 3 ആ ഒരു പാട്ടിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ട്രെയിലർ നിങ്ങൾ ഉസ്താദ് ഭഗത് സിംഗിന്റെ ട്രെയിലർ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്.